ഇതുപോലുള്ള ഹെയർ ട്രിമ്മർ മേടിക്കുന്ന മിക്കവരെയും കംപ്ലൈൻ്റ് ആകുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി വേഗം കംപ്ലൈൻ്റ് ആകാനുള്ള കാരണം അത് കൂടുതലും ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇങ്ങനെയുള്ള മിക്കവാറുള്ള എല്ലാ ട്രിമ്മറുകളിലും ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രിമ്മറുകളൊക്കെ മേടിച്ച് മിക്കവരും ഈ രീതിയായിരിക്കും ചെയ്തേക്കുന്നത്. ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് ട്രിമ്മറിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ട്രിമ്മർ എന്ന് ഓഫ് ആകുന്നോ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്ക് ബാറ്ററി റീചാർജ് ചെയ്യാതെ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആകും. ഈ ഒരു ബാറ്ററി ഇത് ഓവറായിട്ട് ഡിസ്ചാർജ് ആകാൻ പാടില്ല. ഈ കാണുന്ന ഈ ഒരു ബാറ്ററി 3.7 വോൾട്ടിൻ്റെയാണ്. ഇത് 2.8 വോൾട്ട് താഴാൻ പാടില്ല. ട്രിമ്മറിലെ ബാറ്ററി ചാർജ് കുറയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ബാറ്ററി ചാർജ് പൂർണ്ണമായിട്ട് തീരുന്നവരെ ട്രിമ്മർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ബാറ്ററി വേഗം കംപ്ലൈൻ്റ് ആവുന്നത്. അപ്പോൾ ട്രിമ്മറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ബാറ്ററി ഇത് വേഗം കംപ്ലൈൻ്റ് ആയിരിക്കാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഒരു 10 മിനിറ്റൊക്കെ ട്രിമ്മർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ബാറ്ററി റീചാർജ് ചെയ്യുക, എന്നിട്ട് ഉപയോഗിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബാറ്ററി നമുക്ക് ഒരുപാട് വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും കംപ്ലൈൻ്റ് ഇല്ലാതെ. അതുപോലെ ഓരോ തവണയും ട്രിമ്മർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ബ്ലേഡൊക്കെ ഊരി ക്ലീൻ ചെയ്ത് വെക്കുക. എങ്കിലാണ് അടുത്ത തവണ ഉപയോഗിക്കുമ്പോൾ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ബാക്കി ഡീറ്റെയിലൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. ടെക് ഓട്ടോമോട്ടീവ് 2.0 ഈ ഒരു ചാനൽ നോക്കിയാൽ മതി.